എന്ന് അള്ളാഹ് ക്ഷണിക്കുന്നത്. അപ്പൊ അതൊരു അനുഗ്രഹമായി മനസ്സിലാകണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വന്നത്. നമുക്ക് എന്ത് വേണം? ദുന്യാവ് എന്ന പ്രയാസം തീർത്തിരിക്കണം. തീർന്നില്ല. ഇവിടെ അങ്ങോട്ട് വഴി മറ്റൊരു വിചാരം കഴിഞ്ഞിട്ട് ചെയ്യും എല്ലാവരെയും നരകത്തിൽ കൂടിയാണ് അള്ളാഹ് സ്വർഗത്തിലേക്ക് കയറ്റി വിടാറുണ്ട്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. എന്ത് നരകത്തിൽ ഇടൂന്നല്ലാണ് ഖുർആൻ പറഞ്ഞത്. ഒരാളും എന്ത് വൈമിക്കും ഇല്ല വാരിക കാനഅല റബ്ബിക ഖത്മൻ ഖത്മിയ വൈമിക്കും ഇല്ല വാരിക നരകം പറഞ്ഞിട്ടാ പറയുന്നത്. അതിൽ എത്താത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചുറപ്പിച്ച കാര്യമാകുന്നു. അപ്പൊ നമ്മളെ ഒക്കെ ഒന്ന് സ്വർഗത്തിൽ നരകത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് കയറ്റിയാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. ശിക്ഷ തരാനാണോ അല്ല അതൊന്ന് കണ്ടു കയറി പോവാൻ അല്ലെ, അത് കൂടി കണ്ടിട്ട് കയറിപ്പോയിട്ട് സ്വർഗത്തിൽ കയറുമ്പോഴല്ലേ അല്ലെ നമ്മൾ മൂക്കത്ത് വെള്ളം വെച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്ത് അപ്പോഴാണ് ഇതൊരു അനുഭവമാണ്, ഇതൊരു അനുഗ്രഹമാണ്. ഇതാ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തന്നെ അത് ബോധ്യപ്പെടണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നമുക്ക് പോയാലേ പറ്റണം. അതുകൊണ്ടാണ് കാരുണ്യവാനായ അല്ലാഹു ഇത് വെച്ചത്, സ്വർഗം വെച്ചത് അല്ല ദുനിയാവ് വെച്ചത്. അപ്പൊ ഒന്ന് നമുക്ക് അനുഭവിക്കുമ്പോൾ ഒരു ആത്മാഭിമാനം ഉണ്ടാകണം. എന്റെ സൽക്കർമ്മങ്ങളുടെയും എന്റെ ത്യാഗത്തിന്റെയും വിയർപ്പിന്റെ ഗന്ധമുണ്ട് ഈ സ്വർഗത്തിന് എന്ന് തിരിയണം. രണ്ട്, ഇത് അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടണം. അതിന് ദുനിയാവ് നിർബന്ധമാണ്. ഇനി അങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യന് എല്ലാം കൂടി അനുഭവിക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് ഓർത്തില്ലേ? ഈ റബ്ബിന് എന്തെങ്കിലും ഒന്ന് തിരിച്ചപ്പോട്ട് അതുപോലെ ത്യാഗത്തിന് തങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ സ്വർഗത്തിൽ കൊടുക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ പ്രയത്നങ്ങളില്ലല്ലോ. കാരണം വിചാരിക്കുന്നതാണോ? ത്യാഗമില്ല. ഇങ്ങനെ എനിക്ക് മഹാസമ്പാദം തന്ന പടച്ചവന് എന്തെങ്കിലും ഒന്ന് അറിവ് ഉൾക്കൊണ്ട് എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കാറുണ്ടോ? ഇന്ന് ദുനിയാവ് ഉള്ളത് കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലെ? ഈ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ പലരും അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇഷ്ടിക എടുത്തു വെച്ചിട്ടുണ്ടാവും, അത് ചുമന്നിട്ടുണ്ടാവും. അതിനുവേണ്ടി സ്വന്തം പ്രവർത്തനം മാറ്റി വെച്ച് ഇതിനു വേണ്ടി വന്നിട്ടുണ്ടാവും. എന്തിന്? അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെ? നമ്മൾ നോമ്പ് നോക്കുമ്പോൾ സുബഹി നമസ്കാരത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ പടച്ചവന് വേണ്ടി, പടച്ചവൻ പറഞ്ഞത് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു അവസരവും ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. എവിടെയില്ല. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് കൂടി വെച്ചത്. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കൃത്യമായ ബാധ്യതയാകുന്നു. എങ്കിലേ അള്ളാഹ് സ്വർഗം തരുള്ളൂ. ഇല്ലെങ്കിലോ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തില്ല? പ്രത്യേക കൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല, പ്രത്യേക പരിഗണന ആർക്കും നൽകുന്നില്ല. ഓരോരുത്തരുടെയും ഹിദായത്തിന്റെ പിന്നിൽ അവരുടെ ത്യാഗവും അവരുടെ ശരിയായ ചിന്തയും അവരുടെ അധ്വാനവും ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞത് فبشر عباد الذين يستمعون القول ويتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. നബിയെ എന്റെ ഒരു വിഭാഗം ദാസന്മാർക്ക് സന്തോഷവാർക്കാം. എന്താണ്? അവർ എല്ലാം ശ്രദ്ധയോടെ കേൾക്കും. ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കൽ ശ്രദ്ധിച്ച് കേൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം പറയാം, എന്തോ ആയിക്കോട്ടെ, ഇഷ്ടപ്പെടാത്ത ആയിക്കോട്ടെ, കേൾക്കുക. ഇടയ്ക്ക് ചോദ്യം ചോദിക്കാതിരിക്കുക, പുച്ഛ മനോഭാവം കാണിക്കാതിരിക്കുക, അയാൾ പറഞ്ഞ് അവസാനിക്കുന്നത് വരെ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ചോദ്യം ചോദിക്കുമ്പോൾ സൗമ്യത പുലർത്തുക. അല്ല അത് ഇങ്ങനെയല്ലേ കുറച്ചുകൂടി ശരി അല്ലേ? നമുക്ക് ഈ പറഞ്ഞതൊന്നും ആരുമില്ല. അള്ളാഹ് പറഞ്ഞ ഇസ്തിമാൽ കൗലിൻ്റെത് ബഹുഭൂരിഭാഗം മനുഷ്യർക്കില്ല. അതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം മനുഷ്യന്മാരെ ചെറുത്തിൽ കിടക്കുന്നത് അല്ലെ? ശരിയായി കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. എന്താണോ നമ്മൾ കേട്ടുവെച്ചത് ഞാൻ സ്വീകരിച്ചെന്നാണ് അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരമാവധി ന്യായങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ നിൽക്കുന്നത്. ഇസ്തിമാൽ കൗലില്ല. എന്നിട്ടോ കുറെ ആളുകൾ വേറെ ഇതെല്ലാം കൂടി കേട്ടിട്ട് ആകെ പഴക്കം പറയുന്നു. അവരൊന്നും ഇങ്ങനെ പറയുന്നു, നിങ്ങളൊന്നും ഇങ്ങനെ പറയുന്നു, മറ്റൊരു അങ്ങനെയും പറയുന്നു. ഞങ്ങൾ പിന്നെ ഏതാ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ തിരിച്ചു പോകാൻ പോകും, ഒന്നും ചെയ്യുന്നില്ല. കൺഫ്യൂഷനായ ആളുകൾ അങ്ങനെ എന്താ പറഞ്ഞത്? ഇനിയോ എല്ലാം കേൾക്കുക. അതിലേറ്റവും ഉത്കൃഷ്ടമായത് ഉദാത്തമായത് ഏതോ അത് ആദർശമായി സ്വീകരിക്കുക. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുക.
അവരാണ് ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ ആര് എന്നതിന് അള്ളാഹു നൽകിയ നിർവചനവും അങ്ങനെയാണ്. ആരാണ് ബുദ്ധിമാന്മാർ? എല്ലാം ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ മനസ്സിലാക്കുക, അതിലേറ്റവും നല്ലതിന് ആദർശമായി സ്വീകരിക്കുക. അവരാണ് ഹിദായത്ത് കിട്ടുന്നവർ. അപ്പൊ ഹിദായത്ത് കിട്ടണമെങ്കിൽ ഒരു അധ്വാനമുണ്ട് എന്നർത്ഥം. വെറുതെ ഹിദായത്ത് കിട്ടില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ജീവിതത്തിൽ ആദർശം സ്വീകരിക്കാൻ പറയുന്നതിന്റെ ആവശ്യം ഇതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ആദർശമുള്ള വ്യക്തികളെയല്ല, ആദർശമുള്ള കുടുംബത്തെയാണ് ഇസ്ലാം പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ സമൂഹത്തിന്റെ മുമ്പിൽ ഉണർത്തുന്നത്. ആദർശമുള്ള കുടുംബം ഉണ്ടാകണം. ആദർശമുള്ള കുടുംബം ഉണ്ടാകണമെന്നില്ല, അത് വെറുതെ ഇങ്ങനെ ഉണ്ടാകലല്ല, പിന്നെയോ അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചെറിയ ശ്രദ്ധ അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ മാത്രം മതിയാവുന്ന ഒരു വിഷയവുമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യൂല. പലപ്പോഴും ഈഗോയാണ്. ഉമ്മാക്ക് ഞാൻ ഉമ്മയാണ് എന്ന ഈഗോ, ഉപ്പാക്ക് ഞാൻ ഉപ്പയാണ് എന്ന ഈഗോ, മക്കൾക്ക് ഞാൻ പറയണ്ട ഞങ്ങൾ മക്കളല്ലേ എന്ന ഈഗോ, അല്ലെ? അത് ആ ഈഗോ ആയിട്ടല്ല പ്രകടിപ്പിക്കാന്ന് മാത്രം. എന്നെയോ ഞാനെന്ന ഭാവം ആ നിലയ്ക്ക് പ്രകടിപ്പിക്കില്ല. പിന്നെ അത് വേറെ പലതും പറഞ്ഞുകൊണ്ടാണ്, വേറെ പല രൂപത്തിലുമാണ് പ്രകടിപ്പിക്കുക. മക്കൾക്ക് പറയുന്നത് ഉപ്പല്ലേ അല്ലെ ഉമ്മ അല്ലേ, എന്നോട് നമ്മൾ മക്കളല്ലേ, നമ്മളോട് ക്ഷമിച്ചൂടെ, അല്ലെ ഉപ്പ നമ്മളോട് ഇങ്ങനെയാണ്, ഉപ്പ അടിക്കാം അല്ലെ ഇങ്ങനെയാണ് ഉപ്പ പെരുമാറുക, നമ്മുടെ ഇഷ്ടം കുറച്ചുകൂടി സമ്മതിച്ചിട്ടുണ്ടേ അല്ലെ, ഇങ്ങനെ മക്കൾ പറയും. ഉപ്പയോ ഉമ്മ ഇങ്ങനെ പറയും, 10 മാസം ചുവന്ന് ചെറുപ്പത്തിലൊക്കെ എത്ര അസുഖം വന്നപ്പോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്നിവൻ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറയുന്നു. അത് ഈ വീടിട്ട് മറുപടി